എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ്. നമ്മളിങ്ങനെ 3 ക്ലാസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ. അതായത് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമായ ക്വസ്റ്റ്യനുകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ 1ാമത്തെ പാർട്ട് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വസ്തുതകളാണ് ഈ 2ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇപ്പോൾ LDC, LGS ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അല്ലേ പ്രിലിമിനറി ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകളൊക്കെ അതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്നെ LDC, LGS ഒക്കെ നമ്മൾ എഴുതുമ്പോൾ എന്താണ് PSCയുടെ ഏതൊരു എക്സാം എഴുതുകയാണെങ്കിൽ തന്നെയും ഇന്ത്യൻ ഭൂമിശാസ്ത്രം പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 എടുക്കുന്നത്. ഇന്ന് എടുക്കുന്നത് ഉപദ്വീപീയ നദികൾ തൊട്ടാണ്. ഇന്നലെ നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞ് നദികളുടെ വരെ പറഞ്ഞിരുന്നു. അതായത് ഹിമാലയൻ നദികളെക്കുറിച്ച്, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഉപദ്വീപീയ പീഠഭൂമികൾ തൊട്ടാണ്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഉപദ്വീപീയ നദികൾ. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? ആദ്യം ഏതൊക്കെയാണെന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ വേണം. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് മൺസൂൺ മഴകളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ, ഈ ഒരു 3 ക്ലാസ് കേട്ടാൽ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഏതാണ്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവും. പ്രധാനപ്പെട്ട വസ്തുതകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നർമ്മദയും താപ്തിയുമാണ്. എന്നാൽ ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതാണ്? നദി സിന്ധു ആണ് അല്ലേ? പക്ഷേ ഈ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദയും താപ്തിയുമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിമാലയൻ നദികളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് സിന്ധു. അതുപോലെ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദയും താപ്തിയും. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ, താപ്തി. അതുപോലൊരു ക്വസ്റ്റ്യനാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. അപ്പം നമ്മൾ 2 നദികളെക്കുറിച്ച് പറഞ്ഞു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏതാണ്? നർമ്മദയും താപ്തിയുമാണ്. അപ്പോൾ ഈ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് നർമ്മദയാണ്. അപ്പോൾ ഈ നർമ്മദയും താപ്തിയിലും വെച്ചിട്ട് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നർമ്മദയാണ് വലുത്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകാണ്ടകാണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് അമർകാണ്ടക്. അമർകാണ്ടകിൽ നിന്നാണ് ഈ നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അതുപോലെ നർമ്മദയുടെ കുറച്ചധികം വിശേഷണങ്ങളാണ് അതായത് നർമ്മദയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. അപ്പോൾ ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അതുപോലെ തന്നെ വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി കൂടെയാണ് നർമ്മദ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശ് അല്ലേ? ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ തരംതിരിക്കുന്ന വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി കൂടെയാണ് നർമ്മദ. അതുപോലെ നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടുള്ള നദി കൂടിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി കൂടിയാണ് നർമ്മദ. ഡക്കാൻ പീഠഭൂമിയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ്
നർമ്മദ. അപ്പം എന്താണ്? ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി അത് ഏതാണ്? നർമ്മദയാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. അപ്പോൾ നർമ്മദ നദി ഒഴുകുന്ന ആ 3 സംസ്ഥാനങ്ങളുണ്ട്. എക്സ്ട്രാ ഏതാണ്? രാജസ്ഥാനും കൂടിയുണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, എക്സ്ട്രാ രാജസ്ഥാനും കൂടിയാണ്. എന്ത്? സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. NBA നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. എന്താണ്? സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷേപത്തിന് നേതൃത്വം നൽകിയതാരാണ്? മേധാ പട്കറാണ്. മേധാ പട്കറാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതിൽ നർമ്മദയാണ് എന്തെന്ന്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. നർമ്മദയും താപ്തിയും. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? നർമ്മദയാണ്. പിന്നെ ഉപദ്വീപ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് എങ്ങനെയാണ്? മൺസൂൺ മഴകളിൽ നിന്നാണ്. പിന്നെ നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകാണ്ടാണ്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് നർമ്മദ. നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദ. ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാണ് മേധാ പട്കർ. അടുത്തത് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി. അപ്പോൾ ഏതാണ് രണ്ടാമത്തെ നദി? ഏതാണ്? താപ്തിയാണ്. ഉപദ്വീപീയ നദികളിൽ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ താപ്തിയാണ്. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. താപ്തി നദിയുടെ പതനസ്ഥലം അറബിക്കടലാണ്. താപ്തി നദിയുടെ പതനസ്ഥലം അറബിക്കടലാണ്. താപ്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ എങ്ങോട്ടാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നോക്കുക, താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം ഏതാണ്? സൂററ്റാണ്. അടുത്തത് ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണ നദിക്കാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണ നദിക്കാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഭീമയും തുംഗഭദ്രയുമാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ളതാണ് എന്ത്? കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് കൃഷ്ണ, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ ഇതാണ് കൃഷ്ണൻ അർജുനായിട്ട് വളരെ ബന്ധമാണ്, അല്ലേ? അപ്പോൾ മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് കൃഷ്ണ. അതുപോലെ കൃഷ്ണ നദിയുടെ പോഷക നദികൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഭീമയും തുംഗഭദ്രയും. അപ്പോൾ നമ്മൾ മഹാഭാരതത്തിലാണ് കൃഷ്ണനും അതുപോലെ ഭീമൻ എന്നൊക്കെ കഥാപാത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, അല്ലേ? ഭീമൻ, അർജുൻ. അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് കൃഷ്ണ നദിയാണ് കിടക്കുന്നത്. അടുത്തത് മഹാനദിയാണ്. ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. അതുപോലെ തന്നെ ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. മഹാനദിയുടെ നീളം 858 കിലോമീറ്ററാണ്. മഹാനദിയുടെ നീളം 858 കിലോമീറ്ററാണ്. ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. പാരാദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. മഹാനദിയുടെ നീളം 858 കിലോമീറ്ററാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ്,
ടെല്ല്, ഇബ്ബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാണ്? ഇബ്ബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. അപ്പോൾ ഈ മഹാനദി എവിടെയാണ്? ഒറീസയിലാണ്. ഒറീസയിലെ പ്രധാന നദിയാണ് മഹാനദി. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ്, ടെല്ല്. അതിൽ തന്നെ മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഷിയോനാഥാണ് മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി കൂടിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡിലെ ഷിയോനാഥ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി കൂടിയാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡിലാണത്. ഇനി ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഈ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറയാം. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ രണ്ടാമത്തെ വലിപ്പം കൂടിയ നദി ആരാണ്? താപ്തിയാണ്. താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരമാണ് സൂററ്റ്. താപ്തി നദിയുടെ പതന സ്ഥലം എവിടെയാണ്? അറബിക്കടലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. നമുക്കറിയാം നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? അറബിക്കടലാണ്. ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീ തീരമാണ് കൃഷ്ണ. ഇനി മഹാനദിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒറീസയിലെ ഒരു പ്രധാന നദിയാണ് മഹാനദി. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് മഹാനദി. മഹാനദിയുടെ നീളം 858 കിലോമീറ്ററാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്ബ്, ടെൽ എന്നിവ. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി കൂടിയാണ് ഷിയോനാഥ്. ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യ നദീജല സംയോജന പദ്ധതിയായ ഗോദാവരി കൃഷ്ണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്തത് ഗോദാവരിയെക്കുറിച്ചാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെയും ചോദിച്ചാൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷം പുഷ്കാരമാണ്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. അപ്പം എന്താണ് പറഞ്ഞത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് തന്നെയാണ്? ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, അമരാവതി. കബനിയും അമരാവതിയും കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ്. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രവും ഹൊഗാനക്കൽ വെള്ളച്ചാട്ടവും. ഏതൊക്കെയാണ് കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്? ശിവസമുദ്രം, ഹൊഗാനക്കൽ. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകളിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. എന്താണ്? ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകളിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി കൂടിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി. എന്നാലും നമ്മൾ നർമ്മദയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് ഏത്? നർമ്മദ. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദ. കാവേരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക? ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലം
പുംപൂഹാറാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പുംപൂഹാർ. തമിഴ്നാട്ടിലെ പുംപൂഹാറിൽ വെച്ചാണ് കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ഗ്രാൻഡ് അണക്കെട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗോദാവരിയെക്കുറിച്ച് പറഞ്ഞു, കാവേരിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത്, ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഖമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദി. ഇതാണ് സബർമതിയാണ്. ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഖമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗയാണ്. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗയാണ്. ശരാവതി നദി ഉത്ഭവിക്കുന്നത് ഷിമോഗയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ജാൻജവാദിയാണ്. ആന്ധ്രാപ്രദേശിലെ ജൻജവാദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ജാൻജവാദിയാണ്. ആന്ധ്രാപ്രദേശിലെ ജാൻജവാദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഗോദാവരിയെക്കുറിച്ച് പറഞ്ഞു, കാവേരിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറ്റു നദികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഉപദ്വീപ് ഇന്ത്യയിൽ നിന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി എന്ന് എഴുതാം. അല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഇനി കാവേരിയെക്കുറിച്ചാണ് പറയുന്നത്. കാവേരിയുടെ പ്രധാന പോഷക നദികളാണ് അമരാവതി, കബനി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗ്നക്കൽ, ശിവസമുദ്രം. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ ഒഴുകുന്ന നദിയാണ്. ദ്വീപുകളിലൂടെ ഒഴുകുന്ന നദിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദിയാണ് കാവേരി. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? കാവേരിയാണ്. കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പുംപൂഹാർ. തമിഴ്നാട്ടിലെ പുംപൂഹാറിൽ വെച്ചാണ് കാവേരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഗ്രാൻഡ് അണക്കെട്ട്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള അണക്കെട്ടാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് അണക്കെട്ട് എന്നാണെന്ന് പേര് കാവേരി നദിയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഖമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? സബർമതിയാണ്. ആരവല്ലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ഖമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് സബർമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം ഷിമോഗയാണ്. ശരാവതി നദിയുടെ ഉത്ഭവസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ജൻജവാദി. ആന്ധ്രാപ്രദേശിലെ ജൻജവാദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം. ഓർത്ത് വയ്ക്കുക, റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുള്ള ജൻജവാദി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബുദ്ധഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന നദി. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലൂണി നദിയാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാവുന്ന നദിയാണ് ലൂണി. എന്താണ്? അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന നദിയാണ് ലൂണി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാവുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. ലൂണി നദിയുടെ നീളം 530 കിലോമീറ്ററാണ്. ലൂണി നദിയുടെ നീളം 530 കിലോമീറ്ററാണ്. അപ്പോൾ എവിടെയാണ് ഉത്ഭവം? ലൂണി നദിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി. ലൂണിയുടെ പ്രധാന പോഷക നദികൾ സുക്രി, ജോവായ്, ജോജരി. എന്താണ്? സുക്രി, ജോവായ്, ജോജരി. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് സുക്രി, ജോവായ്, ജോജരി. ലൂണിയുടെ മറ്റൊരു പേര് സാൾട്ട് റിവർ
അല്ലെങ്കിൽ ലവണവാരി, സാൾട്ട് റിവർ എന്നാണ് ലൂണി നദിയുടെ മറ്റൊരു പേര്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. ലാൻഡ് ലോക്ക്ഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. എന്തെല്ലാം കാര്യങ്ങൾ ലൂണി നദിയെക്കുറിച്ച് പറഞ്ഞു? ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. അജ്മീറിനടുത്ത് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാവുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. ലൂണി നദിയുടെ നീളം പറഞ്ഞു 530 കിലോമീറ്ററാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ്, അതായത് ലൂണി നദിയുടെ പ്രധാന പോഷക നദികളാണ് സുക്രി, ജോവായ്, ജോജരി. സുക്രി, ജോവായ്, ജോജരിയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. ലൂണി നദിയുടെ മറ്റൊരു പേരാണ് സോൾട്ട് റിവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി കൂടിയാണ് ലൂണി. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സഗർമതി എന്നാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഓരോ നദികളുടെ ഉത്ഭവസ്ഥാനവും അത് പതിക്കുന്ന സ്ഥലവുമാണ്. ഓരോ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, പതിക്കുന്നത്. സിന്ധു നദി ഉത്ഭവസ്ഥാനം ബോഗർചു ഗ്ലേസിയറാണ്. എവിടെയാണ്? സിന്ധു നദി ബോഗർചു ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. കാരണം സിന്ധു നദി എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലാണ്. അപ്പോൾ ബോഗർചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടാണ് സിന്ധു നദി പതിക്കുന്നത്. അടുത്തത് ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്. ഗംഗോത്രിയിൽ, ഗായമുഖ് ഗുഹകളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗംഗോത്രിയിൽ നിന്നാണ്. പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. കാരണം എവിടേക്കാണ്? കിഴക്കോട്ടാണ് ഇത് പതിക്കുന്നത്. അപ്പോൾ കിഴക്ക് എന്താണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമായുങ് ദങ് ഗ്ലേസിയറിൽ നിന്നാണ്. ചെമായുങ് ദങ് ഗ്ലേസിയറിൽ നിന്നാണ്. പതനം എവിടെ തന്നെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി നർമ്മദ നമ്മൾ പറഞ്ഞു അമർകാണ്ട് അത് മൈക്കല നിരകളാണ്. പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അതുപോലെ താപ്തിയും നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഉപദ്വീപീയ നദികളാണ്, അല്ലേ? നർമ്മദയും താപ്തിയും ഉപദ്വീപീയ നദികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നർമ്മദ ഉത്ഭവിക്കുന്നത് അമർകാണ്ടക്കിൽ നിന്നാണ്. അമർകാണ്ടക്കിലെ മൈക്കല നിരകളിൽ നിന്നാണ്. എന്നിട്ട് എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ്. താപ്തി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ്. എന്നാൽ പതിക്കുന്നത് അറബിക്കടലിലാണ്. താപ്തി നദി മുൾട്ടായ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇനി കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വറിൽ നിന്നാണ്. പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ. കൃഷ്ണൻ മഹാബലവാനാണല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. കൃഷ്ണ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിച്ച് പതനം എവിടെ തന്നെയാണ്? കാരണം കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. കിഴക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇനി കാവേരി ഉത്ഭവിക്കുന്നത് തലകാവേരിയിൽ നിന്നാണ്. പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. കാവേരി നദി ഉത്ഭവിക്കുന്ന തലകാവേരി, അതിന് പേരുമായിട്ട് തന്നെ ബന്ധമുണ്ട്. പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി നാസിക് കുന്നുകളിൽ നിന്നാണ്. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി നാസിക് കുന്നുകളിലാണ്. അപ്പോൾ ഗോദാവരി നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഗോദ. അപ്പോൾ ഗോദയിൽ ഇങ്ങനെ അടിപിടി കൂടില്ല. അപ്പോൾ ഈ ഗോദയിൽ ഇടിച്ചപ്പോൾ നാസികയില നമ്മുടെ മൂക്കിലാണ് അങ്ങനെ ഇടിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? നാസിക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. പതനം എവിടെ തന്നെയാണ്? ബംഗാൾ ഉൾക്കടൽ. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ നിരകളിൽ നിന്നാണ്. എന്താണ്? സിഹാവ നിരകൾ. അതെവിടെയാണ്? റായ്പൂർ ഛത്തീസ്ഗഡിലാണ് സിഹാവ നിരകൾ. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി ഗോമതി നദി. മഹാനദി ഏതാണ്? സിഹാവ നിരകളാണ്. റായ്പൂർ ഛത്തീസ്ഗഡ്, ബംഗാൾ ഉൾക്കടലാണ്. പതനം. ഗോമതി എവിടെയാണ്? ഗോമതിയുടെ ഉത്ഭവം പീലിഭത്ത്, ഉത്തർപ്രദേശിലെ പീലിഭിത്തിലാണ് ഗോമതി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഗോമതിക്ക് ഒരു പീലി കിട്ടിയെന്നാണ് വിചാരിച്ചത്. ഗോമതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഒരു പീലി കിട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുക. മയിൽപ്പീലിയിലെ. അപ്പോൾ ഗോമതി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പീലിഭിത്തിൽ നിന്നാണ്, ഉത്തർപ്രദേശിലെ. പതനം എവിടെയാണ്? ഗംഗയിലാണ്. ഗാസിപൂറിലാണ് പതിക്കുന്നത്. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. അതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഗൊസൈത്താൽ ടിബറ്റിലെ ഗൊസൈത്താലാണ് ഉത്ഭവിക്കുന്നത്. പതനം കരഗോള. ഗംഗയാണ്. കരഗോളയിലെ ഉള്ള ഗംഗാ നദിയുടെ ഭാഗത്താണ് പതനം. ഗൊസൈത്താൽ ടിബറ്റിലെ ഗൊസൈത്താലാണ് പതനം. ഗംഗാ നദിയിൽ തന്നെയാണ്. അപ്പോൾ ഗോമതിയും കോസിയും പതിക്കുന്നത് ഗംഗാ നദിയിലാണ്. ഗോമതിയും കോസിയും പതിക്കുന്നത് ഗംഗാ നദിയിലാണ്. അപ്പോൾ ക്ലിയർ ആയോ?
എന്താണ് തുടക്കവും ഒടുക്കവും എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഇതിൻ്റെ ഉത്ഭവവും ഇതിൻ്റെ പതനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ നദികളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഉത്ഭവവും. ഒന്നും കൂടെ ഒന്ന് പറയാൻ വേണമെങ്കിൽ സിന്ധു നദി ബോഗർച്ചു ഗ്ലേസിയറാണ്, പതനം അറബിക്കടലാണ്. ഗംഗ ഗംഗോത്രിയിലാണ്, പതനം ബംഗാൾ ഉൾക്കടലാണ്. ബ്രഹ്മപുത്ര ചെമായുങ്തങ് ഗ്ലേസിയറാണ്, പതനം ബംഗാൾ ഉൾക്കടലാണ്. നർമ്മദ അമർക്കാണ്ട് മൈക്കല നിരകളാണ്, അറബിക്കടലാണ്. താപ്തി മുൾട്ടായ് പീഠഭൂമി, പതനം എവിടെയാണ്? അറബിക്കടലാണ്. കൃഷ്ണ മഹാബലേശ്വറാണ്, പതനം ബംഗാൾ ഉൾക്കടലാണ്. കാവേരി തലകാവേരിയാണ്, പതനം ബംഗാൾ ഉൾക്കടലാണ്. ഗോദാവരി എവിടെയാണ്? നാസിക് കുന്നുകളിൽ നിന്നാണ്, പതനം ബംഗാൾ ഉൾക്കടലാണ്. മഹാനദി സഹാവ നിരകളാണ്, മഹാനദി സഹാവ നിരകളാണ്. റായ്പൂർ ഛത്തീസ്ഗഡിലുള്ള സഹാവ നിരകളിൽ നിന്നാണ്, പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. പിന്നെ ഗോമതി ഉത്ഭവം എവിടെയാണ്? പീലീഭത്താണ്. ഗോമതി പീലീഭത്താണ്, ഉത്തർപ്രദേശിലെ പീലീഭത്തിൽ നിന്നാണ് ഗോമതി ഉത്ഭവിക്കുന്നത്. പതനം എവിടെയാണ്? ഗംഗയിലെ ഗാസിപൂർ എന്ന സ്ഥലത്ത് അല്ലേ. കോസി നദി ഗൊസൈത്താലിൽ നിന്നാണ് ഉത്ഭവം, പതനം ഗംഗയാണ്. അടുത്തത് സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവ. സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനം ഗോവ. അപ്പോൾ നമുക്കത് ഓർത്ത് വയ്ക്കാനായിട്ട്, ഗോവയിലേക്കാണല്ലോ ആൾക്കാർ കുറേ ടൂറൊക്കെ പോവാൻ നല്ലൊരു സ്ഥലമാണ് ഗോവ. അപ്പോൾ സഫാരി പോകാൻ നല്ലൊരു സ്ഥലമാണ് ഗോവ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സുവാരി നദി ഒഴുകുന്ന സംസ്ഥാനമാണ് ഗോവ. മംഗലാപുരത്ത് കൂടി ഒഴുകുന്ന നദിയാണ് നേത്രാവതി. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിലൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, മംഗലാപുരം നേത്രാവതി എക്സ്പ്രസ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. മംഗലാപുരത്ത് കൂടി ഒഴുകുന്ന നദിയാണ് നേത്രാവതി. മംഗലാപുരത്ത് കൂടി ഒഴുകുന്ന നദി നേത്രാവതിയാണ്. അടുത്തത് മിഥി അഥവാ മാഹീം നദി ഒഴുകുന്ന സ്ഥലം മുംബൈയാണ്. മിഥി അഥവാ മാഹീം നദി ഒഴുകുന്ന സ്ഥലമാണ് മുംബൈ. അടുത്തത് കൂവം അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈയാണ്. കൂവം അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈയാണ്. ാണ് നേത്രാവതി. മിഥി അഥവാ മാഹീം നദി ഒഴുകുന്ന സ്ഥലം മുംബൈയാണ്. കൂവം അടയാർ എന്നീ നദികൾ ഒഴുകുന്ന സ്ഥലം ചെന്നൈയാണ്. നദീജല തർക്കങ്ങൾ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അൽമട്ടി ഡാമുമായി ബന്ധപ്പെട്ട് തർക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശവും കർണാടകവും. അൽമട്ടി ഡാമുമായിട്ട് തർക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശ്, കർണാടകം. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കർണാടകം, കേരളം. കാവേരി നദീജല തർക്കത്തിൽ ആരൊക്കെയുണ്ട്? തമിഴ്നാട്, കർണാടകം, കേരളം. മുല്ലപ്പെരിയാർ നദീജല തർക്കം ഏതാണ്? കേരളവും തമിഴ്നാടുമാണ്. ബഗ്ലിഹാർ അണക്കെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് തർക്കം നിൽക്കുന്നത്. കിഷൻ ഗംഗ അണക്കെട്ട് അതും ഏത് തന്നെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇതിനുമായിട്ട് നദീജല തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഏതാണ്? അൽമട്ടി ഡാം ആന്ധ്രാപ്രദേശ്, കർണാടകം. കാവേരി നദീജല തർക്കം തമിഴ്നാട്, കേരളം, കർണാടകം. മുല്ലപ്പെരിയാർ കേരളം, തമിഴ്നാട്. ബഗ്ലിഹാർ അണക്കെട്ടുമായിട്ട് തർക്കം നിൽക്കുന്നത് ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ കിഷൻ ഗംഗ അണക്കെട്ട് ഇന്ത്യ, പാകിസ്ഥാൻ. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി എന്താണ്? പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദി താമ്രഭരണിയാണ്. മാന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദി. മാന്നാർ ഉൾക്കടലിൽ ഒഴുകി എത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രഭരണി. പാക് കടലിടുക്കിൽ ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് വൈഗ. മന്നാർ ഉൾക്കടലിൽ ഒഴുകിയെത്തുന്ന ഇന്ത്യയിലെ നദിയാണ് താമ്രഭരണി. അപ്പോൾ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തടാകങ്ങളെ കുറിച്ച് പറയാം. ഏകദേശം ഒരു 3 ക്ലാസ്സോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം കഴിയും. ഇതിപ്പോൾ 2ാമത്തെ ക്ലാസ്സാണ്. അടുത്തൊരു ക്ലാസ്സോടുകൂടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമുക്ക് മുഴുവനായിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ പറയുന്നത് തടാകങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഒറീസയാണ്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ചിൽക്ക എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ചില്ല് അല്ലേ? ചില്ല്. അപ്പോൾ നമുക്ക് ചില്ല് ഓർക്കാം. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കവറുകളൊക്കെ ഉറ എന്ന് പറയണ കേട്ടത് നിങ്ങളുടെ അവിടെ പറയുമെന്ന് എനിക്കറിയില്ല. ഉറ എന്ന് പറയും. അപ്പോൾ ഈ ഉറയുടെ കളറ് ചില്ലിൻ്റെ കളറാണല്ലേ? പ്ലാസ്റ്റിക്കിൻ്റെ ചില ചില്ലിൻ്റെ കളറിൽ കാണാമല്ലോ അല്ലേ? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ. അപ്പോൾ ഉറ എന്ന് പറയും. അങ്ങനെ നമുക്ക് ഈ ചില്ലും ഒറീസയായിട്ട് കണക്ട് ചെയ്യാം. രണ്ടും ചില്ലും ട്രാൻസ്പെറൻ്റ് ആണല്ലേ? ഈ വശത്ത് നോക്കിയാൽ നമുക്ക് അപ്പുറത്ത് കാണാം ഉറ. ചില ഉറകൾ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ഒറീസ.
അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിക്കുന്നെങ്കിൽ വൂളാർ എന്നെഴുതണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകവും എന്ത് തന്നെയാണ്? ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ് ചിൽക്ക. എന്നാൽ ഇന്ത്യയിലെ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ വൂളാറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം അത് സാമ്പാർ തടാകമാണ്. ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് ചിൽക്ക. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാർ തടാകമാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ചിൽക്കയാണ്. എന്നാൽ ലവണത്വം കൂടുതൽ, ആ വെള്ളത്തിന് ലവണത്വം കൂടുതലുള്ള തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാമ്പാറാണ്. നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി സാമ്പാറിൽ ഭയങ്കര ലവണത്വമാണെന്ന് ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും കൂടുതൽ ലവണത്വമുള്ളത്. എന്നാൽ ലവണത്വമുള്ള വലിയ നദിയാണ് വലിയ തടാകമാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? ചിൽക്കയാണ്. ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് കൊലേരു തടാകമാണ്. കൊലേരു തടാകം ആന്ധ്രാപ്രദേശിലെ കൊലേരു തടാകമാണ് ശുദ്ധജല തടാകങ്ങളിലെ 2ാമത്. അപ്പോൾ ആദ്യം ഏതാണ്? വൂളാറാന്ന് നമ്മൾ പറഞ്ഞു. 2ാമത് ഏതാണ്? കൊലേരു, ആന്ധ്രാപ്രദേശാണ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ലോണാറാണ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ. ഓർത്ത് വയ്ക്കുക, ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ. ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ. ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. കൻവർ തടാകം ബീഹാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് ആണ്. മണിപ്പൂരിലെ ലോക്താക് തടാകമാണ് വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലോക്താക് ആണ്. മണിപ്പൂരിലെ ലോക്താക് തടാകമാണ് വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, നൈന, ദിയോപാത, അയർപാത എന്നീ ഹിമാലയൻ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. നൈനിറ്റാൾ തടാകമാണ്. എന്താണ്? നൈന, ദിയോപാത്, അയോർപാത് എന്നീ ഹിമാലയങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നൈനിറ്റാൾ തടാകം. അടുത്തത് രേണുക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. രേണുക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ദാൽ തടാകം, വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ദാൽ തടാകം, വൂളാർ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. വൂളാറിനെ കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജലാക തടാകമാണ് വൂളാർ. അപ്പോൾ ഈ വൂളാർ തടാകവും അതുപോലെ തന്നെ ദാൽ തടാകമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. എന്താണ്? ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, തടാകങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. അതെവിടെയാണ്? ഒറീസയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ്. അതെവിടെയാണ്? ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ചിൽക്കയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാമ്പാറാണ്. ഓക്കെ, രാജസ്ഥാനിലെ സാമ്പാർ. അടുത്തത് ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങളിലെ 2ാം സ്ഥാനത്തുള്ളത് കൊലേരു ആണ്. കൊലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ എന്താണ്? ശുദ്ധജല തടാകങ്ങളിലെ 2ാം സ്ഥാനം കൊലേരു തടാകമാണ് ആന്ധ്രാപ്രദേശ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ലോണാർ, മഹാരാഷ്ട്രയിൽ ലോണാർ. അപ്പോൾ ഉൽക്കയൊക്കെ പതിച്ചപ്പോൾ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി, ലോൺ എടുക്കേണ്ടി വന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ, മഹാരാഷ്ട്ര. അപ്പോൾ ഉൽക്കയൊക്കെ പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ലോൺ എടുത്തു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകമാണ്, ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് എടുത്ത് ചോദിക്കണമെങ്കിൽ ലോക്താക്, മണിപ്പൂറാണ്. മണിപ്പൂർ ലോക്താക്. ലോക്താക്ക്
മണിപ്പൂരിലുള്ള ലോക്താക് തടാകമാണ് വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത് നൈന, ദിയോപാത്, അയാർപദ എന്നീ ഹിമാലയൻ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം നൈനിറ്റാൾ തടാകമാണ്. അടുത്തത് രേണുക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലൂണി നദി ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? ലൂണി നദി ചെന്ന് പതിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി നദി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുഷ്കർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് എന്ത്? ലൂണി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. അതുപോലെ ഈ പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. അപ്പോൾ ഈ പുഷ്കർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. അടുത്തത് ദാൽ തടാകം, വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ദാൽ തടാകവും വൂളാർ തടാകവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് എന്ത്? വൂളാർ. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്തത് നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഹുസൈൻ സാഗറാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ. ഹൈദരാബാദ്, ഹുസൈൻ അതിൽ തന്നെ ഉണ്ടല്ലേ സേ. അപ്പോൾ ഹുസൈൻ നമുക്ക് അതിൽ നിന്നാണ് ഹൈദരാബാദ്, അതിൽ ഹായും സെക്കന്ദ്രാബാദിൽ സേയും എടുത്ത് നമുക്ക് ഹുസൈൻ സാഗർ എന്ന് കിട്ടും. ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ തടാകമാണ് ദാൽ തടാകം. എന്താണ്? സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധ തടാകമാണ് ദാൽ തടാകം. അപ്പോൾ ദാലും വൂളാറും നമ്മൾ എവിടെയാണെന്ന് പഠിച്ചു? ജമ്മു കാശ്മീരിലാണെന്ന് പഠിച്ചു. അതിൽ ദാൽ തടാകം സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു തടാകമാണ്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം കേരാദ്വീപ് ഡുംബൂർ തടാകമാണ്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഡുംബൂർ തടാകം. അപ്പോൾ കേരാദ്വീപ് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് കേരം എന്നൊക്കെ പറയുന്നത് തെങ്ങിനെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ കേരത്തിൽ നിന്ന് നാളികേരം ഡും എന്ന് വീണു എന്ന് വിചാരിക്കുക. തേങ്ങ ഡും എന്ന് പറഞ്ഞിട്ട് വീണു എന്നൊക്കെ ചിന്തിച്ചാൽ മതി. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഡുംബൂർ തടാകം. ഡുംബൂർ തടാകമാണ് കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം. ഈ ഡുംബൂർ തടാകം എവിടെയാണോ? ത്രിപുരയാണ്. അപ്പോൾ ഈ നാളികേരമൊക്കെ വന്ന് വീഴുമ്പോൾ എവിടെയാണ് അല്ലേ? എങ്ങനെ പുരയുടെ പുറത്താണ് വന്ന് വീഴുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ്? ഡുംബൂർ തടാകമാണ്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഡുംബൂർ തടാകം. ഈ ഡുംബൂർ തടാകം എവിടെയാണ്? ത്രിപുരയിലാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ദെബാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ദെബർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ദെബർ തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു മനുഷ്യനിർമ്മിത തടാകത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ദെബാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ദെബാർ തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. ഇതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ദെബർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ദെബർ തടാകം. അല്ല, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന. നാഗാർജുന സാഗർ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നാഗാർജുന സാഗർ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ദെബർ തടാകമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ, ആന്ധ്രാപ്രദേശ്. ഇനി പ്രധാനമായി പറയുന്നത് വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം എവിടെയാണ്? ശരാവതി നദിയിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങൾ രാജ, റാണി, റോർ, റോക്കറ്റ്. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളാണ് രാജ, റാണി, റോർ, റോക്കറ്റ് എന്നിവ. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം അബിയാണ്. കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം അബിയാണ്. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. എന്താണ് പറഞ്ഞത്?
തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് അബി, കാവേരി നദിയിൽ. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് എവിടെയാണ്? കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ്. ശരാവതി നദിയിലാണ് ഈ ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിൽ ഉൾക്കൊള്ളുന്ന 4 ജലപ്രവാഹങ്ങളാണ് രാജ, റാണി, റോർ, റോക്കറ്റ് എന്നിവ. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് അബി, അത് കാവേരിയിലാണ്. ജോൻഹ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. അടുത്തത് ഗർസാപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടം. ചില ബുക്കുകളിൽ ജെർസോപ്പോ എന്നുണ്ട്, ചിലതിൽ ഗർസോപ്പോ എന്നുണ്ട്. ഗർസോപ്പോ എന്ന വെള്ളച്ചാട്ടമാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ഗർസോപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടത്തെയാണ് ഗർസോപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കാവേരി നദിയിലെ ഹൊഗ്നക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്നത്. എവിടെയാണ് ഇത്? ഹൊഗ്നക്കലാണ്. എവിടെയാണ്? കാവേരി നദിയിലാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കാവേരി നദിയിലെ ഹൊഗ്നക്കൽ വെള്ളച്ചാട്ടം. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കൂറ്റാലം വെള്ളച്ചാട്ടമാണ്. തമിഴ്നാട്ടിലെ കൂറ്റാലം വെള്ളച്ചാട്ടമാണ് ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ എന്തൊക്കെയാണ്? ഗർസാപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ്? ശരാവതി നദിയിലാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗ്നക്കൽ. ഇതെവിടെയാണ്? കാവേരി നദിയിലാണ്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കൂറ്റാലം വെള്ളച്ചാട്ടം, തമിഴ്നാട്ടിലാണ്. ഈ പ്രധാനമായി പറയുന്നത് ഓരോ വെള്ളച്ചാട്ടങ്ങളും അത് ഏത് നദിയിലാണെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ സംസ്ഥാനമാണ്. ജോഗ് വെള്ളച്ചാട്ടം നമുക്കറിയാം ഏത് നദിയാണ്? ശരാവതി. സംസ്ഥാനം എവിടെയാണ്? കർണാടകയാണ്. അപ്പോൾ ജോഗ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഗർസപ്പോ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ശരാവതി നദിയാണ്. എവിടെയാണ് സംസ്ഥാനം? കർണാടകയാണ്. ഇനി ദൂദ്സാഗർ മണ്ഡോവി ഗോവയാണ്. ദൂദ്സാഗർ വെള്ളച്ചാട്ടം മണ്ഡോവി നദിയിലാണ്. സംസ്ഥാനം ഗോവയാണ്. കൂറ്റാലം വെള്ളച്ചാട്ടം നദി ചീറ്റാറാണ്. സംസ്ഥാനം തമിഴ്നാടാണ്. കൂറ്റാലം അതെന്താണ്? ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് എന്ത്? കൂറ്റാലം. അതെവിടെയാണ്? സംസ്ഥാനം തമിഴ്നാട്ടിലാണ്. നദി ചീറ്റാറാണ്. ലോധ് വെള്ളച്ചാട്ടം ബുർഹാ നദിയാണ്. ജാർഖണ്ഡാണ്. ബുർഹാ നദി, സംസ്ഥാനം ജാർഖണ്ഡ്. ശിവസമുദ്രം എവിടെയാണ്? കാവേരിയാണ്. സംസ്ഥാനം കർണാടക. ശിവസമുദ്രം വെള്ളച്ചാട്ടം എവിടെയാണ്? കാവേരി നദിയിലാണ്. സംസ്ഥാനം കർണാടകമാണ്. വാഴച്ചാൽ എവിടെയാണ്? ചാലക്കുടിയിലാണ്. കേരളമാണ് സംസ്ഥാനം. ധൻവാദർ നർമ്മദയാണ്, മധ്യപ്രദേശാണ്. ധൻവാദർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശാണ്. ഹൊഗ്നക്കൽ എവിടെയാണ്? കാവേരി. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗ്നക്കൽ. നദി കാവേരിയാണ്. സ്ഥലം തമിഴ്നാടാണ്. മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദയാണ്, മധ്യപ്രദേശ്. മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ്. സംസ്ഥാനം മധ്യപ്രദേശാണ്. ചിത്രകൂട്ട് ഇന്ദ്രാവതി നദിയിലാണ്. സ്ഥലം ഛത്തീസ്ഗഡാണ്. അതിരപ്പിള്ളി ചാലക്കുടി പുഴയാണ്, കേരളം. ഇത്രയാണ് വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു? ഉപദ്വീപീയ നദികൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞു, വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിന്നെല്ലാം തന്നെ ഞാൻ മാക്സിമം പോയിൻറ്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ തന്നെ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എങ്ങനെ പഠിച്ചെടുക്കാം എന്ന രീതിയിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തത്. ഏകദേശം 1 മണിക്കൂർ ഈ ക്ലാസ് വരും. ഇനി നമ്മൾ പറയുന്നത് കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. എന്താണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഓർത്ത് വയ്ക്കുക, ഇത് ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. അടുത്തത് അന്തരീക്ഷ താപനിലയുടെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഋതുക്കളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തന്നെയാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ശൈത്യകാലമുണ്ട്, ഉഷ്ണകാലമുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തന്നെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. അടുത്തത് ശൈത്യകാലത്ത്
ഉത്തര മഹാസമുദ്രത്തിലെ ഏത് കാലമാണ്? ശൈത്യകാലത്ത് ഉത്തര മഹാസമുദ്രത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യമഴയ്ക്ക് കാരണം എന്താണ്? പശ്ചിമ അസ്വസ്ഥതയാണ് ഇതിന് കാരണം. ശൈത്യകാലത്ത് ഉത്തര മഹാസമുദ്രത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം എന്താണ്? പശ്ചിമ അസ്വസ്ഥതയാണ്. ഇനി പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്ററേനിയൻ കടലാണ്. പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്ററേനിയൻ കടലാണ്. അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാണെങ്കിൽ നമ്മൾ എന്താ കഴിക്കുക? മെഡിസിനാണ് കഴിക്കുക അല്ലേ? അപ്പോൾ പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം ആലോചിക്കണമെങ്കിൽ നമുക്ക് ഉത്ഭവസ്ഥാനം ആലോചിക്കണമെങ്കിൽ എന്താണ്? മെഡിറ്ററേനിയൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ഓർത്ത് വയ്ക്കുക, ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരം, നമുക്കറിയാം കാപ്പി ഏറ്റവും കൂടുതൽ എവിടെയാണ്? കർണാടകത്തിലാണ് നമുക്കറിയാം. അപ്പോൾ ഈ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായൊരു ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം ആണ്. അതുപോലെ ഈ പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ്? മെഡിറ്ററേനിയൻ കടലാണ്. അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞതാണ് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിനെ ഇന്ത്യൻ ഉപദ്വീപ് 2 ശാഖകളായിട്ടാണ് വേർതിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിനെ ഇന്ത്യൻ ഉപദ്വീപ് 2 ശാഖകളായി വേർതിരിക്കുന്നത്. എന്തെന്ന്? അറബിക്കടൽ ശാഖ എന്നും ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂണാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ. റിട്രീറ്റിംഗ് മൺസൂൺ അല്ലേ? പിൻവാങ്ങൽ കാലം റിട്രീറ്റിംഗ് മൺസൂൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? വടക്ക് കിഴക്കൻ. ഓർത്ത് വയ്ക്കുക, വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ്. ഡിസംബറിൽ തുടങ്ങി ശൈത്യം ആരംഭിച്ച് എത്ര നാളുണ്ടാവും? ഫെബ്രുവരി വരെ ശൈത്യമാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ജനുവരിയാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടിയ ആ ഒരു സമയമല്ലേ? പരീക്ഷാ ചൂട് തുടങ്ങുന്ന മാർച്ച് ഏപ്രിൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഏതാണ്? ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് അല്ലേ? ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്, അതായത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. കന്നിച്ചൂട് അഥവാ ഒക്ടോബർ ഹീറ്റ് അനുഭവപ്പെടുന്ന കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. കന്നിച്ചൂട് അഥവാ ഒക്ടോബർ ഹീറ്റ് അനുഭവപ്പെടുന്ന കാലമാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം, ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. വടക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്താണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ആൾവാർ. രാജസ്ഥാനിലെ ആൾവാറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസാണ്. ജമ്മു കാശ്മീരിലെ ദ്രാസാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാമാണ്. മേഘാലയയിലെ മൗസിൻറാമാണ് പ്രദേശമാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാമാണ് മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലേയാണ്. ജമ്മു കാശ്മീരിലെ ലേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം രാജസ്ഥാനിലെ ജയ്സാൽമീറാണ് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പ്രദേശം ഏതാണ്? രാജസ്ഥാനിലെ ആൾവാറാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്നത് ദ്രാസാണ്. ജമ്മു കാശ്മീരിലെ ദ്രാസിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? മൗസിൻറാം മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജമ്മു കാശ്മീരിലെ ലേയാണ്. ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ്? ജയ്സാൽമീറാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വരണ്ട പ്രദേശം. ഇനി നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ്.
ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ ഒരു മണ്ണിനം കൂടിയാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കാരണം ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളിലെ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. ഇത് ഏതാണ്? എക്കൽ മണ്ണാണ്. നദീതീരങ്ങളിലും തീരപ്രദേശങ്ങളിലും ഡെൽറ്റ പ്രദേശത്തും സാധാരണയായി കണ്ടുവരാറുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ തരംതിരിവുകളാണ് ഖാദർ, ഭംഗർ എന്നിവ. ഖാദർ, ഭംഗർ. നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണാണ് ഭംഗർ. നദീതടങ്ങളിൽ പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ. അത് നമ്മൾ മുന്നമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ബ്ലാക്ക് സോയിൽ അഥവാ കരിമണ്ണിനെ കുറിച്ച് പറയാം. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണാണ് എന്ത്? കരിമണ്ണ്, അല്ലേ? ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. കറുത്ത പരുത്തിമണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഈ കറുത്ത മണ്ണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് റിഗർ. ഇന്ത്യയിലെ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ഈ കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. ഇന്ത്യയിലെ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം, എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ്. ഡെക്കാൻ പീഠഭൂമിയിലാണ്. ഇന്ത്യയിലെ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര. ചെർണോസേം എന്നറിയപ്പെടുന്ന മണ്ണ് കരിമണ്ണ്. അപ്പോൾ ഇത് റിഗർ എന്നും ഇതിൻ്റെ മറ്റൊരു പേരാണ് റിഗർ. അതുപോലെ തന്നെ ചെർണോസേം എന്നറിയപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്. ഇത് ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ റെഡ് സോയിലാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കായാന്ത്രിത ശിലകളും പരൽ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ഏതൊക്കെയാണ്? കായാന്ത്രിത ശിലകളും പരൽ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. അപ്പോൾ കരിമണ്ണ് എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. കരിമണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ്. എന്നാൽ ചെമ്മണ്ണ് കാണപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ് ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്. ചെങ്കൽ മണ്ണാണ്. ലാട്രേറ്റ് സോയിൽ എന്നും പറയും. ചെങ്കൽ മണ്ണ് ഓർത്ത് വയ്ക്കുക. ചെങ്കൽ മണ്ണ് ലാട്രേറ്റ് സോയിലാണ്. ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് ലാട്രേറ്റ് മണ്ണ്. ചെങ്കൽ മണ്ണ് എന്ന നേരത്തെ നമ്മൾ പറഞ്ഞത് ചെമ്മണ്ണാണ്. അതായത് ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ റെഡ് സോയിലാണ്. ഇപ്പോൾ പറയുന്നത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് അഥവാ ലാട്രേറ്റ് സോയിൽ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലാട്രേറ്റ് മണ്ണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാട്രൈസേഷൻ പ്രക്രിയയുടെ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ്. ഫലപുഷ്ടി കുറവുള്ള മണ്ണാണ് ചെങ്കൽ മണ്ണ്. ലാട്രേറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കുരുമുളക്, കശുമാവ്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ്. ലാട്രേറ്റിന് ചുവപ്പ് നിറം നൽകുന്നത് ഈ ലാട്രേറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡാണ്. അടുത്ത് നമ്മൾ പറയുന്നത് പീറ്റ് മണ്ണിനെ കുറിച്ചാണ്. പീറ്റ് മണ്ണ് ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. അപ്പോൾ എന്താണ്? ചതുപ്പ് നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ഇതെന്താണ്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ്. അടുത്തത് പറയുന്നത് പർവ്വതമണ്ണിനെ കുറിച്ചാണ്. തേയില കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് പർവ്വതമണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വതമണ്ണ്. നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണാണ് പർവ്വതമണ്ണ്. നമുക്ക് കാണാമല്ലേ, പർവ്വതങ്ങളൊക്കെ ധാരാളം മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ പർവ്വതമണ്ണ് ജൈവാംശം കൂടുതലുണ്ട്, നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഇനി മരുഭൂമിയിലെ മണ്ണാണ്. ജലാംശവും ജൈവവസ്തുക്കളും ഒട്ടും തന്നെ കാണാത്ത മണ്ണാണ്. ജലാംശവും ഇല്ല, ജൈവവസ്തുക്കളും ഒട്ടും തന്നെ കാണാത്ത മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്. ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം ജാർഖണ്ഡിലെ റാഞ്ചിയാണ്. ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം. നമ്മൾ പെട്ടെന്നൊന്ന് നോക്കാൻ പോകുന്നത് വനവും വന്യജീവി സമ്പത്തിനെ കുറിച്ചാണ്. വനവും വന്യജീവി സമ്പത്തും. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മിസോറാം. ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മിസോറാം. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ ഹരിയാന വനം കുറവുള്ളതാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ചോദിച്ചാലും ഹരിയാന തന്നെയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ്
വനം എവിടെയാണ്? ഹരിയാനയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം മിസോറാമാണ്. അതുപോലെ അല്ലാതെ വനവിസ്തൃതിയുള്ളത് ഏതാണ്? മധ്യപ്രദേശാണ്. ക്വസ്റ്റ്യൻ, സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗീർ ദേശീയോദ്യാനമാണ്. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലുള്ള ഗീർ ദേശീയോദ്യാനത്തിലാണ് സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗീർ ദേശീയോദ്യാനം. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ്. ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം മാനസാണ്. ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അസാമിലെ കാസിരംഗ നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനനാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവാ സംരക്ഷണ കേന്ദ്രം നന്ദൻകാനനാണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതി മാൻ ഓഫ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയാണ് മാൻ ഓഫ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്നാണ്. ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്നാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. കേന്ദ്രഭരണ പ്രദേശമാണ് ചോദിച്ചിട്ടുള്ളത്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അല്ലാതെ വനം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളത് എവിടെയാണ്? മിസോറാമിലാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. വനവിസ്തൃതി കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ആണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ളത് ദാമൻ ദിയു ആണ്. അടുത്തത് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങളാണ്. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങളാണ്. ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ്. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ടും എന്താണ്? വനങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നെയാണ് ദേശീയോദ്യാനങ്ങൾ കൂടുതലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ളത്. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിൽ ദേശീയോദ്യാനം ഇല്ല. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് പലവട്ടം PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഇത് മുന്നറിയപ്പെടുന്നത് എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതാദ്യം ഈ ഒരു നാഷണൽ പാർക്ക് അറിയപ്പെടുന്നത് ഹെയ്ലി എന്നാണ്. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേരാണ് ഹെയ്ലി. ഇനി കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പഗ്മാർക്ക് എന്നാണ്. കടുവകളുടെ സെൻസസ് എടുക്കുന്നത് പഗ്മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. എന്നാൽ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻഭാരതിയാണ്. ഗുജറാത്തിലെ ഗ്യാൻഭാരതിയാണ് ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് അസാമിലെ ദിബ്രു സൈക്കോവയാണ് ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്. ഏറ്റവും വലിയത് ഗുജറാത്തിലെ ഗ്യാൻഭാരതി. എന്നാൽ ആദ്യത്തെ ഏതാണ്? നീലഗിരിയാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ദിബ്രു സൈക്കോവയാണ് അസാമിലെ. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം.
ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമീസ് നാഷണൽ പാർക്ക്. ജമ്മു കാശ്മീരിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമീസ് നാഷണൽ പാർക്ക്, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം. ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗറാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗറാണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ബോർ, മഹാരാഷ്ട്രയിലെ ബോറാണ് ഏറ്റവും ചെറിയ ടൈഗർ റിസർവ്. അപ്പോൾ എന്തെല്ലാം കുറച്ച് വലുതും ചെറുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ ഒന്നും കൂടെ ഒന്ന് പറയാം. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതിയാണ്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ദിബ്രു സൈക്കോവ, ആസാമാണ്. ദിബ്രു സൈക്കോവ ആസാമാണ് ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്. അത് ക്ലിയർ ആണോ? ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്യാൻ ഭാരതിയാണ്, ഗുജറാത്ത്. ഏറ്റവും ചെറിയത് ഏതാണ്? ദിബ്രു സൈക്കോവയാണ്. ഏതാണ്? ആസാമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പോൾ അതിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, ഏറ്റവും വലുത്. അപ്പോൾ എന്താ ഗ്രേറ്റ് എന്നുണ്ടല്ലേ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഏറ്റവും വലിയ ദേശീയോദ്യാനം, ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമീസ് നാഷണൽ പാർക്കാണ്. ജമ്മു കാശ്മീരിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമീസ് നാഷണൽ പാർക്ക്, ജമ്മു കാശ്മീർ. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്, മഹാരാഷ്ട്രയിലെ. ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശിലെ നാഗാർജുന ടൈഗർ റിസർവാണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ്. എന്നല്ല ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാണ്? ബോറാണ്, മഹാരാഷ്ട്രയിലെ ബോറാണ് ഏറ്റവും ചെറിയ ടൈഗർ റിസർവ്. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയാലും നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒറ്റവട്ടം ക്ലാസ് ഇപ്പോൾ ഒരുവിധം പഠിച്ച് കഴിഞ്ഞവർക്കാണ് ഈ ക്ലാസ്സുകൾ കൂടുതൽ ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഒന്ന് വായിച്ചു പോയവർക്കാണ് കൂടുതൽ ഈ ക്ലാസ് ഉപകാരപ്പെടുക. എനിക്ക് ഒരു PSC പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രിലിമിനറി അടുത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് വായിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അല്ല ആദ്യമായിട്ടൊക്കെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുന്നവർ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാവുള്ളൂ. അടുത്തത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടകാണ്. മൈസൂരിലെ കുടകിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂറാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂർ, കോയമ്പത്തൂരിലെ തിരുപ്പൂരിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണമാണ്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം. ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ? എന്താണ്? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടക്, മൈസൂർ. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടക്, മൈസൂരാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടകാണ്, മൈസൂരാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടക്, മൈസൂർ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയാണ്. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കാണ്, അത് തിരുപ്പൂർ, കോയമ്പത്തൂരാണ്. ഇനി ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെയാണ്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണം. രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, അതെ നാഷണൽ പാർക്ക് എവിടെയാണ്? കുടക്, മൈസൂരാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂർ, കോയമ്പത്തൂരാണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് സത്യമംഗലം, തമിഴ്നാട്ടിലെ സത്യമംഗലമാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം ലോക്തക് തടാകം, മണിപ്പൂരിലെ ലോക്തക് തടാകമാണ് ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ലോക്തക് തടാകം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ് എന്ത്? മണിപ്പൂറുള്ള ഈ ലോക്തക് തടാകം. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. എന്താണ് ഈ തടാകത്തിൻ്റെ പ്രത്യേകത? ഒഴുകുന്ന ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ലോക്തക് തടാകം. മണിപ്പൂറാണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അൻഷി ദേശീയോദ്യാനമാണ്. കർണാടകയിലെ അൻഷി ദേശീയ ഉദ്യാനമാണ് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം. ഞാൻ പറയുന്നത് പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഓരോ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. കാസിരംഗ ആസാമാണ്. കാസിരംഗയിൽ എന്താണ്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം അല്ലേ? അത് എവിടെയാണ്? കാസിരംഗ, അത് ആസാമിലാണ്. മനാസ് എവിടെയാണ്? മനാസ് പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രം ആസാം ആണ്. മനാസ് കടുവ സംരക്ഷണ കേന്ദ്രം ആസാമാണ്. കാസിരംഗ ആസാമാണ്. ഇനി
നദംഫ അതുപോലെ തന്നെ പക്കൂയി, ഈ രണ്ട് കടുവ സംരക്ഷണ കേന്ദ്രം അരുണാചൽ പ്രദേശിലാണ്. ഏതാണ്? നദംഫ, പാക്കൂയി, അത് അരുണാചൽ പ്രദേശിലാണ്. ഇനി നാഗാർജുന സാഗർ, അതെവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഈ നാഗാർജുന സാഗർ എന്താണ്? ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ്. അതെവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. വാൽമീകി കടുവ സംരക്ഷണ കേന്ദ്രം ബീഹാറാണ്. ഇനി ഇന്ദ്രാവതി കടുവ സംരക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഡാണ്. ഇന്ദ്രാവതി കടുവ സംരക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഡാണ്. ബന്ദിപ്പൂർ കർണാടകയാണ്. പെരിയാർ കേരളമാണ്. പറമ്പിക്കുളം കേരളമാണ്. കൻഹ മധ്യപ്രദേശ്. പെഞ്ച് മധ്യപ്രദേശ്. കൻഹയും പെഞ്ചും മധ്യപ്രദേശാണ്. മേൽഘട്ട് അതുപോലെ തന്നെ തഡോബ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മേൽഘട്ട് തഡോബ മഹാരാഷ്ട്രയാണ്. അതുപോലെ സിംലിപ്പാൽ ഒറീസയാണ്. നന്ദൻകാനൻ ഒറീസയാണ്. രത്തംബോർ അതുപോലെ സരിസ്ക അത് രാജസ്ഥാനിലാണ്. രത്തംബോറും സരിസ്കയും രാജസ്ഥാനിലാണ്. കോർബറ്റ് ഉത്തരാഞ്ചലാണ്. സുന്ദരവനം പശ്ചിമ ബംഗാളാണ്. ബുക്സ പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇനി ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ധാതുക്കളെയും വ്യവസായങ്ങളെ ആണവധാതുക്കളെയും കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാശിരംഗ ആസാം, മനാസ് ആസാം, നാദംഫ അതുപോലെ തന്നെ പാക്കുയി അരുണാചൽ പ്രദേശാണ്. നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശാണ്. വാൽമീകി എവിടെയാണ്? ബീഹാറാണ്. ഇന്ദ്രാവതി ഛത്തീസ്ഗഡാണ്. ബന്ദിപ്പൂർ കർണാടകയാണ്. പെരിയാർ കേരളമാണ്. പറമ്പിക്കുളം കേരളമാണ്. കൻഹ അതുപോലെ പെഞ്ച് മധ്യപ്രദേശാണ്. മേൽഘട്ട് മഹാരാഷ്ട്രയാണ്. തഡോബ മഹാരാഷ്ട്രയിലാണ്. സിംലിപ്പാൽ ഒറീസയാണ്. നന്ദൻകാനൻ ഒറീസയാണ്. രത്തംബോർ അതുപോലെ തന്നെ സരിസ്ക രാജസ്ഥാനാണ്. രത്തംബോറും അതുപോലെ തന്നെ സരിസ്കയും രാജസ്ഥാനാണ്. കോർബറ്റ് ഉത്തരാഞ്ചലാണ്. സുന്ദരവനം പശ്ചിമ ബംഗാളാണ്. ബുക്സ പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഏകദേശം നമ്മുടെ ഇന്നത്തെ ക്ലാസ് തന്നെ 1 മണിക്കൂറിൽ മേലെയായി. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം മുഴുവനായിട്ട് പഠിച്ചു തീർക്കാം. അപ്പോൾ ഒരു 3 ക്ലാസ്സോട് കൂടി നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു രൂപരേഖ നമുക്ക് മനസ്സിലുണ്ടാക്കാം. കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഈ ഒരു LDC ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വായിച്ചു തീർക്കണമെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്